ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ആരാണ് ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ആരാണ് ചിന്തിക്കുന്നത്? നിങ്ങൾക്കാണോ ദേഷ്യം കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്കാണോ ദേഷ്യം കൂടുതൽ? കാരണം ഇവിടെ നല്ല ദേഷ്യത്തിന്റെ എനർജിയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അതായത് രണ്ടു തരത്തിലുള്ള ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഒന്ന് നിങ്ങളുടെ വ്യക്തി, റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് സിറ്റുവേഷൻഷിപ്പിൽ കൊണ്ടുപോയിട്ട് നിർത്തിയ വ്യക്തി. എന്താണെങ്കിലും ഒരു ഷിപ്പാണ്, ആ ഷിപ്പിൽ കൊണ്ട് നിർത്തിയ ഒരു വ്യക്തി. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കൂടിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അതായത് രണ്ടാമത്തെ വിഭാഗത്തിൽ ഈ തേർഡ് പാർട്ടി ആ ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, നിങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം ക്വസ്റ്റ്യൻ മാർക്കായി പോകുമോ, അവർക്ക് സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടിലോട്ടൊക്കെ ആകുമോ, പൂർണ്ണമായിട്ടും ആ വ്യക്തി നിങ്ങളുടേതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് ശാരീരികമായിട്ട് അവർക്ക് ഒരു വിമ്മിഷ്ടം, മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ആളുകളും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ചർച്ചയ്ക്കോ, അല്ലെങ്കിൽ ഇനി നമ്മൾക്ക് ജീവിതം മുന്നോട്ട് പോകണം, നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇതുവരെ നടന്നതെല്ലാം നടന്നു കഴിഞ്ഞു, ഇനി നമുക്ക് നിങ്ങൾക്കും പല കാര്യങ്ങളും പറ്റി, എനിക്കും പല കാര്യങ്ങളും പറ്റി, നമുക്ക് ഇതെല്ലാം തീർത്ത് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് തരുന്ന മറുപടി ചിലപ്പോൾ വളരെ സ്ലോ ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മറുപടി ആയിരിക്കില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ, നാളെ ആവട്ടെ, പിന്നെ ആവട്ടെ, മറ്റന്നാളാവട്ടെ, മറ്റന്നാൾ തീർക്കാം, അങ്ങനെയൊക്കെ നീട്ടിക്കൊണ്ടുപോകുന്ന, നിങ്ങൾ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും സ്ലോ എനർജി ആയിട്ട് നീട്ടിക്കൊണ്ടുപോകുന്ന കാര്യങ്ങളായിരിക്കാം. അവധിയൊക്കെ വെക്കുന്നുണ്ടോ, ഇത്ര നാള് കഴിയട്ടെ, അല്ലെങ്കിൽ ഇത്ര ഇത് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് അവധിയൊക്കെ വെച്ച്, പിന്നെ നിങ്ങൾ അവധി കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ഇത്രയും നാളായല്ല, പിന്നെ എന്താണ്, അയ്യോ അത് ഞാനെപ്പോ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കും. നിങ്ങൾ ഈ അവധിയും പ്രതീക്ഷിച്ചിരിക്കും. ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നോട് ഇത്രയും ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എന്നോട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു മാറ്റമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവല്ലോ. നിങ്ങൾ അത് വിശ്വസിച്ച് ആ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കും. സ്വഭാവം മാറാനോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനോ, അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ നടക്കാനോ, നിങ്ങൾ തമ്മിൽ കൂടിച്ചേരാനോ, അല്ലെങ്കിൽ കാണാനോ, എന്തിനാണെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻ അറിയാലോ. അപ്പൊ അതിന് കിട്ടുന്ന ഉത്തരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. പക്ഷെ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ, ഓർക്കണില്ലല്ലോ, നിങ്ങൾ അതിലായിട്ടിരിക്കുവാണോ എന്നൊക്കെ എന്താ പറയാ, ചുമ്മാ ഒരു വെള്ളത്തിൽ വരച്ച വര പോലെ വാക്കുകളാക്കി വിടുന്ന ഒരു പ്രവൃത്തി നിങ്ങളുടെ ആള് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാണിച്ചിട്ടുണ്ട്, ഇപ്പോഴും നിലവിൽ കാണിക്കുന്നുണ്ട്. അപ്പോഴെന്താണ്, നമ്മളത് വെയിറ്റ് ചെയ്യുമല്ലേ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെന്തായിരിക്കും, എങ്ങനെയായിരിക്കും, എനിക്കൊരു നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തരുമോ, എന്താണ്, എനിക്ക് പിടികിട്ടുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് വരും, നിങ്ങൾക്ക് നിരാശ. ഇവിടെ നിരാശയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. നിങ്ങളുടെ എനർജി വരുന്നത് നിരാശയുടെ എനർജിയാണ്. നിങ്ങളുടെ സിറ്റുവേഷൻഷിപ്പിലോട്ട് ഇട്ട നിങ്ങളുടെ വ്യക്തിക്ക് നിരാശയൊന്നുമല്ല ഒരു ഇത്. അതായത് ഞാൻ എൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള മറുപടികൾ മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റില്ല. എനിക്ക്
സമൂഹത്തിൽ നല്ല വിലയും നല്ല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരിപാടികളെ തരുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിൽക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അതും അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ആളുകൾ എന്നെ ഉപദേശിക്കുന്നുണ്ട്. എനിക്ക് അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കണം, എനിക്ക് അവരുടെ സന്തോഷം, അവരുടെ പ്രീതി പിടിച്ചു പറ്റണം എന്നൊക്കെയുള്ള മൈൻഡിൽ ഇരിക്കുന്ന ആളുകളും ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങളായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ഈ വ്യക്തിനായിട്ട് കുറച്ച് ആളുകൾ നടത്തിയിട്ടുണ്ട്. അവരെ ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഇപ്പൊ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് സഹായിച്ചതായിരിക്കും. ഇപ്പൊ ഉള്ള ബുദ്ധിമുട്ട്, നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷമവും കാര്യങ്ങളും പറഞ്ഞ് ലാസ്റ്റ് നിങ്ങൾ കടം കൊടുത്ത സാധനം തിരിച്ചു മേടിക്കാൻ പറ്റേണ്ട ഒരവസ്ഥയാണ്. അവരുടെ വിഷമം കണ്ടിട്ട് നിങ്ങൾ കൊടുത്തായിരിക്കും, പക്ഷെ നിങ്ങൾ തിരിച്ചു ചോദിക്കുമ്പോൾ ഒന്നുമില്ല, അല്ലെങ്കിൽ ഇല്ല, അല്ലെ കണ്ടില്ല, അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ശരിയാണോ എന്ന് ഒരു 15% ആളുകൾക്ക് സാമ്പത്തിക ഇടപാട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പരിപാടികൾ, അതായത് നമ്മളിപ്പോ ഒരാൾക്ക് കടം കൊടുക്കുമ്പോൾ അയാൾ നമ്മളോട് വിഷമങ്ങളും വേദനകളും പറഞ്ഞിട്ടായിരിക്കുമല്ലോ കടം വാങ്ങിക്കുന്നത്. പിന്നെ ചില ആളുകൾ കൃത്യമായിട്ട് തരും, ചില ആളുകൾ എന്ന് പറയുന്നത് തരികയില്ല, പിന്നെ അവരുടെ പുറകെ നടക്കണം, പിന്നെ നമ്മളുടെ വിഷമങ്ങളും കരഞ്ഞും കാല് പിടിച്ചും നമ്മൾ കടം കൊടുത്ത പൈസ തിരിച്ചു മേടിക്കേണ്ട ഗതികേടുമാവും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഇത് എന്താ പറയാ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്താ പറയാ നെഗറ്റീവായിട്ടാണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന വാക്കുകളാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങൾ, എന്താണ് പരിപാടികൾ, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തു പറഞ്ഞാലും ചില സമയത്ത് നെഗറ്റീവായിട്ട് ഇപ്പൊ എടുത്തോണ്ടിരിക്കുക. ഒരു സമയത്ത് നിങ്ങൾ നെഗറ്റീവ് കാണിച്ചാൽ ആ നെഗറ്റീവ് പോസിറ്റീവിലോട്ടാക്കുമായിരുന്നു. ഇപ്പൊ നിങ്ങൾ എന്ത് പോസിറ്റീവ് കാണിച്ചാലും ആ പോസിറ്റീവ് നെഗറ്റീവ് ആക്കുന്ന ഒരു പുള്ളിയാണ്. ഇപ്പൊ ഒന്ന് ഫിസിക്സുമായിട്ട് എന്തോ ബന്ധമുള്ള ആളാണെന്ന് തോന്നുന്നത്, എപ്പോഴും ഈ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ഫാദർ ആയിരിക്കാം, അല്ലെങ്കിൽ മദർ ആയിരിക്കാം, അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ മാരേജിലോട്ട് എത്തണമെന്ന് ആഗ്രഹിച്ച് നടന്ന ഒരു കപ്പിളായിരിക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നത് നല്ല രീതിക്ക് ഒരു എന്താ പറയാ ഈ വ്യക്തിയോട് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു കുളിർമ, മനസ്സിനൊരു കുളിർമ, ശാരീരിക കുളിർമ, സന്തോഷം, ഒരു മാനസിക നിർവൃതിയൊക്കെ തന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. പിന്നെയാണ് മാനസിക നിർവൃതി അത് ബുദ്ധിമുട്ടിലോട്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് പിന്നെയാണ് നിങ്ങൾ അറിഞ്ഞത്. കാരണം വ്യക്തി ചില സമയത്ത് ചില പരിപാടികളൊക്കെ നിങ്ങളുടെ അടുത്തും കാണിക്കാറുണ്ട്. അത് ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇടക്കിടക്ക് വന്ന് നിങ്ങൾക്ക് കുറെ പ്രതീക്ഷകൾ തന്നിട്ട് പിന്നെ പോകുന്ന പരിപാടി ആയിരിക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ആ പ്രതീക്ഷയിലിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ സീക്രട്ട് ആയിട്ടുള്ള, ഒന്നല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കുന്നുണ്ടാവും. കുറച്ച് ആളുകൾക്ക് അങ്ങനെയുള്ള ഒരു പരിപാടികൾ ഇവിടെ കാണിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങൾ സ്നേഹിച്ച സ്നേഹങ്ങളും നിങ്ങൾ ചെയ്തു കൊടുത്ത പ്രവർത്തികളും വെള്ളത്തിൽ വരച്ച വര പോലെയായി. ഒന്നുമില്ല, ഒന്നും കാണുന്നില്ല. മനസ്സിലായോ? ഒരു സമയത്ത് അതുണ്ടായിരുന്നു, ഒരു സമയത്ത് നിങ്ങൾ വലിയ കാര്യങ്ങളായിരുന്നു, ഒരു സമയത്ത് നിങ്ങൾ വലിയ വലിയ പരിപാടികൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സ്നേഹത്തിലൂടെയാകാം, ക്യാഷിലൂടെയാകാം, പ്രവൃത്തിയിൽ കൂടെയാകാം, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനെ തന്നെ നോക്കിയതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു താങ്ങുകൊണ്ട് അവര് പിടിച്ചു നിന്നിട്ടുണ്ടാവും. ജോലിയിലായിരിക്കാം, പല സിറ്റുവേഷനിലായിരിക്കാം, മാനസികമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം. ചിലപ്പോൾ നിങ്ങളെ പിടിച്ചു നിർത്തിയിട്ടുണ്ടാകാം, നിങ്ങളെ പല രീതിയിലും താങ്ങും തണലുമായിട്ട് നിന്നിട്ടുണ്ടാകാം. നിങ്ങളെ എല്ലാ രീതിയിലും നിർത്തി നിങ്ങള് കൂടെ ഉണ്ടാകുമെന്ന് ബാക്കിലോട്ട് നോക്കിയപ്പോൾ ഒരു വെളിച്ചത്തിന് പകരം കൂറ്റാങ്കൂറ്റി ഇരുട്ടാണ് നിങ്ങൾ ഒരു സമയത്ത് കണ്ടത്.
അതായത് ഈ വ്യക്തി എൻ്റെ ബാക്കിൽ ഉണ്ടാകും, ഞാൻ ഇത്രയൊക്കെ സ്നേഹിച്ചതാണ്, ഇത്രയൊക്കെ പ്രയോറിറ്റി കൊടുത്തതാണ്, ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ കൂടെ നിന്ന് എല്ലാ പരിപാടികളും ചെയ്താണ്, എൻ്റെ മനസ്സാണ് കൊടുത്തത്. നിങ്ങളുടെ വ്യക്തിയുടെ ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചങ്ക് പറിച്ചു കൊടുത്താലും നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കാര്യം ചങ്ക് പറിച്ചു കൊടുത്താലും ചെമ്പരത്തി പൂവെന്ന് ചില സമയത്ത് പറയുള്ളൂ. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പുള്ളിയുടെ അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടെ ഒരു ക്യാരക്ടറാണ്. കാരണം നിങ്ങൾക്ക് സ്നേഹമുണ്ട്. സ്നേഹം കൊണ്ട് കീഴടക്കാനായിട്ട് നിൽക്കുന്ന ആളുകളാണ്. സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് കീഴടക്കാനും അറിയാം. പക്ഷേ നമ്മൾ എല്ലാ ആളുകളെയും അങ്ങനെ കീഴടക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എല്ലാം ഓവറാണ് ചെയ്തത് മുഴുവനും. ഓവറായിട്ട് സ്നേഹിച്ചു, ഓവറായിട്ട് പ്രയോറിറ്റി കൊടുത്തു, ഓവറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെയുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ ഇപ്പോഴും കാണുന്നത് ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരില്ലാന്നുണ്ടെങ്കിലും പല രീതിയിലും പല വിധത്തിലും ജീവിക്കുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ഇതായിട്ടുള്ള സ്റ്റോറീസ്, നിങ്ങളുടെ സാഡായിട്ടുള്ള സ്റ്റോറി ആണെങ്കിലും ഹാപ്പി ആയിട്ടുള്ള സ്റ്റോറി ആണെങ്കിലും നിങ്ങളുടെ ലൈഫ് സ്റ്റോറി എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടേതായിട്ടുള്ള A to Z കാര്യങ്ങൾ നിങ്ങളുടെ ഈ വ്യക്തിക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആരും ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ നന്നായിട്ട് എങ്ങനെയാണെങ്കിലും ഒരു പ്രായമില്ലാത്ത ആളുകളാണെങ്കിൽ കൂടി ഒരു വടി കുത്തി പിടിച്ചിട്ട് ചെയ്യേണ്ടതാണെങ്കിലും അത് ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ, കാര്യം ചെയ്ത് കിട്ടിയാൽ മതിയല്ലോ. വടി എന്താണെങ്കിലും കുത്തിയാലും കുഴപ്പമൊന്നുമില്ല, കാര്യം നടക്കണം, അത്രേ ഉള്ളൂ. അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ചേട്ടാ ഇതൊക്കെ ഇങ്ങനെ ഇവര് ചെയ്യുന്നുണ്ടല്ലോ, ഇതെങ്ങനെ ചെയ്യുന്നത്? ആ കാര്യത്തിലൊക്കെ നിങ്ങൾ ആലോചിക്കുമ്പോൾ എന്താ പറയാ, ഒരു ബഹുമാനമുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു നിമിഷങ്ങൾ നിങ്ങൾ അതിജീവിച്ച് കടന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യവും കാണിക്കുന്നുണ്ട്. ചില ആളുകൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ചില ആളുകൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് അതിൻ്റെ അകത്ത് PhD, അതിൻ്റെ അകത്ത് ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് റെഡിയായിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ ഫുള്ളി അങ്ങനെ ചെയ്ത് അതിൻ്റെ അകത്തോട്ട് പല ആളുകളെയും വിളിച്ചു വരുത്തുന്നുമുണ്ട്. നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോഴേ എന്താ പറയാ, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ചില ആളുകൾ ഓവർ തിങ്ക് ചെയ്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ സോളിലോട്ട് വലിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് മാറ്റുക. നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അതായത് നിങ്ങളോട് ചില സമയത്ത് ഈ വ്യക്തിക്ക് സഹതാപം തോന്നും. നിങ്ങളോട് പല കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ രീതിയിലുള്ളവരാണെന്നും എന്തൊക്കെ ചെയ്യുന്നവരാണെന്നും എങ്ങനെയൊക്കെ സ്നേഹിക്കുന്നവരാണെന്നും എല്ലാ കഥയും കവിതയും എല്ലാ പരിപാടികളും അറിയാം. പക്ഷേ എന്താ പറയാ, ഈ നീരാളിപ്പിടുത്തം പോലെ വേറെ പല പരിപാടികളും ഈ നിങ്ങളുടെ ഈ വ്യക്തിക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് വിട്ടാലല്ലേ പല പരിപാടികളും കണ്ണുറന്ന് കാണാൻ പറ്റുള്ളൂ. കഥയും കവിത അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളുടെ മച്ചമ്പിക്ക് ഈ നീരാളിപ്പിടുത്തം, ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ആളുകളുടെ അടുത്തുനിന്ന് ഒന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ കഴുത്ത് പിടിച്ചു വെക്കൂലേ, ആ കഴുത്തിൽ നിന്ന് വിട്ടാലല്ലേ ബാക്കിയെല്ലാം ചിന്തിച്ചിട്ടും അറിഞ്ഞിട്ടും കാര്യമുള്ളൂ. ആ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 90% രക്ഷപ്പെട്ടു. കാരണം നിങ്ങൾ ഇവർക്ക് എതിരെ നിങ്ങളൊന്നും ചെയ്യുന്നില്ല, ഇവർക്കെതിരെ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ അറിയാം. പക്ഷെ മേ ബി ചെയ്താലോ, ഈ ഉപദേശകരുണ്ടാവുമല്ലോ, ചീത്ത പറഞ്ഞ് ഉപദേശിക്കുന്നവരും ഉണ്ട്, നല്ലത് പറഞ്ഞ് ഉപദേശിക്കുന്നവരും ഉണ്ട്. ഇവർ ഈ ചീത്ത പറഞ്ഞ് ഉപദേശിക്കുന്നവരെ എപ്പോഴും നിങ്ങളെ ശത്രുക്കളാക്കാനാ നോക്കുന്നത്. നിങ്ങളെ ശത്രുക്കളാക്കാനാ, ബ്രെയിൻ വാഷ് ചെയ്യുക, നിങ്ങളെ ശത്രുക്കളാക്കുക, അങ്ങനെയുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. അപ്പം ഇതിലൊക്കെ നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതിയെന്നേ. നമുക്കൊരു കാര്യം കേൾക്കുമ്പോൾ ഒരു വ്യക്തി ഒരു കാര്യം പറയുമ്പോൾ നമുക്കറിയാൻ പാടില്ല ആ വ്യക്തി ചീത്തയാണോ നല്ലതാണോ പറയുന്നത്. അല്ലാതെ അപ്പാടെ അങ്ങോട്ട് വിഴുങ്ങേണ്ട കാര്യമുണ്ടോ? നിങ്ങളുടെ വ്യക്തിക്ക് അത് ചിന്തിച്ചാൽ മതി. കാരണം നമ്മളെ സ്നേഹിച്ചവര് നമ്മളുടെ കൂടെ ഉണ്ടാവണോ, അല്ലാന്നുണ്ടെങ്കിൽ പകുതിക്ക് വെച്ച് അയ്യോ ഇതൊന്നും അല്ല സ്നേഹം, എനിക്ക് തന്ന സമയം, എനിക്ക് വെച്ച മൂല്യങ്ങൾക്ക് അങ്ങനെയുള്ള വിലയൊന്നും കൊടുക്കാതെ ഞാൻ മറ്റുള്ളവർ പറയുന്ന കേൾക്കണോ എന്നൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളു. നിങ്ങളുടെ മച്ചമ്പി അതെന്താ ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല.
അതാണ് ഇത് രാവിലെ മുതൽ വെള്ളം കോരിയിട്ട് കലയിട്ട് അടച്ച പരിപാടിയാണ് ഈ കാണിക്കുന്നത്. ഓ ഓക്കെ, എനിക്ക് വയ്യ. നിങ്ങൾക്ക് ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്തതായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തി എന്തൊക്കെ ഉടായിപ്പ് ചെയ്ത്, ഈ വ്യക്തി എന്തൊക്കെ പരിപാടി ചെയ്ത്, എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നിങ്ങളവിടെ എന്തൊക്കെ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാലും എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, നിങ്ങളവിടെ ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ മറ്റേ പാമ്പമ്പാലത്തിന്റെ ശക്തി എന്നൊക്കെ പറയുന്ന പോലെ ആന ബോണ്ടിട്ട് ഒട്ടിച്ച പോലെ അവിടെ തന്നെ ആയിപ്പോയി. പൂർണ്ണമായിട്ട് പറിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതാണ് നമ്മൾ യഥാർത്ഥമായിട്ട് സ്നേഹിച്ചു കഴിയുമ്പോൾ അത് അങ്ങനെയാവും. അത് പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോ നമ്മളുടെ മനസ്സ് മാറ്റാനായിട്ട് നമ്മൾ സ്വിച്ചിട്ടാ പ്രവർത്തിക്കുന്ന പരിപാടിയൊന്നും അല്ലല്ലോ. അങ്ങനെയാവും. അപ്പൊ അതൊന്ന് കുറക്കുക. കാരണം ഈ ആള് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ഈ ആളെപ്പോലെ നിങ്ങൾക്ക് ഒരിക്കലും ആകാൻ പറ്റില്ല. ഈ ആള് ചെയ്യുന്ന നെഗറ്റീവ് വശങ്ങൾ ചെയ്യുന്നത് പോലെ ഈ ആളുടെ നെഗറ്റീവ് വശങ്ങൾ നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല. അതെനിക്ക് ഉറപ്പാണ്. നിങ്ങളെ ഞാൻ കാണുന്നില്ല, എന്നാലും ഇവിടെ കിട്ടുന്ന എനർജി അതാ. പക്ഷെ ഇവർക്കെതിരെ നിങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറയാം. നിങ്ങളിപ്പോഴും ഒരു മനസ്സിന്റെ ഒരു അരികത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഇവരെ സ്നേഹിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പലതും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നുണ്ട്. എല്ലാ പരിപാടികളും അറിയും. അതാണ് എല്ലാം അറിയാവുന്നതാണ് ഇതിൻ്റെ അകത്ത് ബുദ്ധിമുട്ട്. കുറച്ച് അറിയാവുന്നതാണെങ്കിൽ കുഴപ്പമില്ല. കാരണം നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വരെ നിങ്ങൾ ആക്ച്വലി എന്താണ്, നിങ്ങളുടെ തലമുടി തൊട്ട് നിങ്ങളുടെ പെരുവിരലിന്റെ കാലിന്റെ നഖത്തിലുള്ള പരിപാടി വരെ നിങ്ങൾ തന്നെ എഴുതിയിരുത്തി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. പഠിപ്പിച്ചു കൊടുത്തത് പ്രശ്നമായി പോയി. പിന്നെ ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് മാജിക് എനർജിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ കാണിക്കുന്നുണ്ട്. ഇത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കുണുകുണു മെസ്സേജസോ അല്ലെങ്കിൽ കുണുകുണു ഫോൺ കോൾസോ എന്തെങ്കിലുമൊക്കെ വരാനോ, അല്ലെന്നുണ്ടെങ്കിൽ തക്കുടു പൊന്നെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് എന്തെങ്കിലുമൊക്കെ രീതിയിലൊക്കെ സംസാരിക്കാനോ, അതോ അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തോട്ട് ആരെങ്കിലും കൊണ്ടുവന്ന് തന്നിടാനോ, ദൈവമായിട്ട് ഏതെങ്കിലും ഒരു അതായത് യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള ഒരു സിഗ്നൽസ് നിങ്ങളുടെ ലൈഫിലോട്ട് ഈ വ്യക്തിനെ പറ്റി ക്ലാരിറ്റി ആയിട്ട് വരുന്നുണ്ട്. കാരണം ഈ വ്യക്തി പ്യൂരിഫിക്കേഷനായിട്ട് വന്ന് മനസ്സും ശരീരവും ഒക്കെ മാറി നിങ്ങൾക്ക് വേണ്ടി വന്നാൽ നിങ്ങൾ രണ്ടുപേരും നീട്ടി സ്വീകരിക്കും. A to Z മാറി നിങ്ങളെ മാത്രം മതി എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ വ്യക്തിനെ സ്വീകരിക്കാൻ റെഡിയാണ്. കാരണം അത്രയും പ്രതീക്ഷയിലിരിക്കുകയാണ്. ഓക്കെ, കാരണം ഇത് ഒന്നും രണ്ടും വാക്ക് തർക്കമൊന്നുമല്ല, ഒരുപാട് വാക്ക് തർക്കങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ വാക്ക് തർക്കങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ നിങ്ങള് എന്താ പറയാ, നമ്മൾ ഈ മിണ്ടാനായിട്ട് ആളുകളോട് ഒരു കൊതി ഉണ്ടാവൂലേ, അത് നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കുമല്ലോ, ഒരു ആത്മയുദ്ധം പോലെ. അത് നമുക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഒരു ആത്മയുദ്ധം പോലെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു കൺട്രോളിങ് ഇല്ലേ. ചില ആളുകൾ അങ്ങനെയാ, ഒരു 15% ആളുകൾ. നിങ്ങൾക്കറിയാം എന്താണ് അവരുടെ ബാക്കിൽ, അല്ലെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്, അതെല്ലാം നിങ്ങൾക്കറിയാം. മനസ്സുകൊണ്ട് നിങ്ങൾ പോരാടുന്നുണ്ട്, മനസ്സുകൊണ്ട് തർക്കിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. കാരണം ചില ആളുകൾ സഹിക്കാൻ പറ്റാതെ പ്രതികരിക്കും, ചില ആളുകൾ ആത്മയുദ്ധം പോലെ മനസ്സുകൊണ്ട് തർക്കിക്കും, മനസ്സുകൊണ്ട് പോരാടും. അങ്ങനെയുള്ള ഒരു പരിപാടി ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ തമ്മിൽ കടിപിടി ഉണ്ടാക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ വിഭാഗക്കാരായ രണ്ടാമത്തെ ആളുകളാണ്. നീരാളിപ്പിടുത്തം പോലെ പിടിച്ചിരിക്കുന്ന രണ്ടാമത്തെ ആളുകളും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കാരണം അവർ നിങ്ങളെ എന്താ പറയാ, അവർക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളോടൊരു പുച്ഛമാണെന്ന് തോന്നണം. അപ്പോൾ നിങ്ങളെ പുച്ഛിക്കണമെങ്കിൽ തിരിച്ചങ്ങോട്ട് പുച്ഛിച്ചേക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതെന്തെന്നാണത്, ഇത് ഇത്തിരി എന്താ പറയാ, ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഒരു പുച്ഛഭാവം, അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് പോലെ പല കാര്യങ്ങളും നിങ്ങളുടെ ഈ വ്യക്തിനെ കൊണ്ട് നടത്തിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് പോലെ പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുള്ളൂ എന്നൊക്കെയുള്ള ഒരു മനസ്സിൻ്റെ ഉള്ള ഒരു തീരുമാനം, തോട്ട്സ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം.
ആര് അങ്ങനെയൊക്കെ വിചാരിച്ചാലും നമ്മൾ മറ്റുള്ളവരുടെ ജീവിതവും കണ്ണീരും അങ്ങനെ കണ്ട് നമ്മൾ അങ്ങനെ തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഏറ്റവും മുകളിലുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, 4 വശത്തു നിന്നുള്ള വടിയല്ലേ അത് എടുക്കാൻ പറ്റുള്ളൂ. മുകളിൽ നിന്ന് ഒരു വടി വരുമ്പോ എന്ത് ചെയ്യും? എത്ര നാളിങ്ങനെയൊക്കെ പിടിച്ചിരിക്കാൻ പറ്റും? അതാണ്. അപ്പൊ അത് ഈ രണ്ടാമത്തെ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ പോയി പണി നോക്കാൻ പറ. ബാക്കി നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. കാരണം ഒരു ക്ലാരിറ്റി ആയിട്ട് പല കാര്യങ്ങളും യൂണിവേഴ്സ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. കാരണം ഇവരാണ് ഈ രണ്ടാമത്തെ വ്യക്തിനെ കൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഈ റിലേഷൻഷിപ്പിലും നിങ്ങൾക്കെതിരെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.